ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നാടൻ ചിക്കൻ പെർലനാണ് കാണിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ. ഇത് 2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ എടുത്തിട്ടില്ല. അതുകൂടാതെ എല്ലും കൂടി ചേർത്തിട്ടുള്ള പീസുകളാണ് 2 കിലോ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ കഴിയുന്നതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പീസുകളാണ് ഏറ്റവും നല്ലത്. നമ്മളിത് വറുത്തെടുക്കാനാണ് പോകുന്നത്. അതിന് മുന്നേ മസാലയൊക്കെ നമ്മൾ പുരട്ടും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചെയ്യുന്ന റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല റെഡ് കളറുള്ള ചില്ലി പൗഡർ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി 2 തൊട്ട് 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. ഇനി ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കൻ സാധാരണ വറുക്കുമ്പോൾ ചേർക്കുന്ന അതേ അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, 2 ടീസ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇത് ഒഴിച്ച് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങും. നമ്മളിങ്ങനെ പുരട്ടി വെക്കുന്ന സമയത്ത് ഏതൊരു മീറ്റ് ഐറ്റം പുരട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചൈനീസിലൊന്നും കറിവേപ്പില ഇട്ട് പുരട്ടി വെക്കരുത്. നാടൻ കറി ഏത് ചെയ്യുമ്പോഴും നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ കൈ കൊണ്ട് ഒന്ന് ഞെരടിയിട്ട് വേണം നമ്മൾ കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി ആ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഞെരടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കുകയാണ്. ഈ റെസിപ്പി വളരെ സിമ്പിൾ മെത്തഡാണ്. കാരണം വെച്ചാൽ നമുക്കിത് വറുക്കുക എന്നുള്ള സമയം മാത്രമാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മാരിനേഷൻ സമയത്ത് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുഴുവൻ തണ്ടോട് കൂടിയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. കോരിയെടുക്കാൻ എളുപ്പത്തിനാണ് ഈ മുഴുവൻ തണ്ടോട് കൂടി ഞാൻ വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉതിർത്തിയിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. പിന്നെ നമ്മളൊരു 15 പച്ചമുളകാണ് കീറിയിടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഒരു 10 തൊട്ട് 15 പച്ചമുളക് വേണമെങ്കിൽ നമുക്കിതുപോലെ നടു കീറിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഒരു 8 വറ്റൽമുളക് തൊട്ട് 10 വറ്റൽമുളക് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നടു ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതൊന്ന് വറുത്തിട്ട് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കല്ല ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കോരി മാറ്റണം. നമ്മളിതെല്ലാം അവസാനം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് ഇത് ആദ്യം തന്നെ വറുത്ത് മാറ്റിയിട്ട് ഈ എണ്ണയിലാണ് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുന്നത് കേട്ടോ. കോരി മാറ്റി ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട. നമ്മൾ അത്ര തന്നെ എണ്ണ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ ഒരുപാട് എണ്ണയിൽ മുക്കി വറുക്കുന്ന മെത്തേഡല്ല. അപ്പോൾ 2 സൈഡും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വേവുന്ന രീതിയിൽ പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ട് ഞാൻ പൊരിക്കുന്നുണ്ട്. പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 കിലോൻ്റെ ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടില്ല, എല്ലുള്ള പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളിത് പെർലൻ ആക്കാനാണ് പോകുന്നത്. നമ്മുടെ ബാക്കി വന്ന ചിക്കൻ്റെ എണ്ണയാണിത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊരു മൂത്ത മണം വരുമ്പോൾ നമ്മളിതിലേക്ക് 2 വലിയ സവോളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സവോളയൊക്കെ ആണെങ്കിൽ 3 സവോള ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തായാലും ഒരുപാട് സവോള വേണ്ട ഈ റെസിപ്പി ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്നൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് സവോള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സവോള ചേർത്ത് കഴിഞ്ഞാൽ തനിയെ ചിക്കൻ്റെ റോസ്റ്റായിട്ട് മാറും. നമുക്കത് വേണ്ട.
നമ്മൾ ഒരു നാടൻ റോസ്റ്റൊക്കെ കഴിച്ച് മടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി പേര് നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സവോള മാത്രം ഇട്ട് ഇതുപോലൊരു പെരളനാക്കി നോക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സവോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ കുറേ മസാലകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ആളാണ് നമ്മുടെ തക്കാളി. ഒരു വലിയ 3 തക്കാളി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ആണെങ്കിൽ ഒരു 4 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി വാടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ നേരിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വറുത്ത് കോരി മാറ്റിയ ചിക്കനാണ്. അപ്പോൾ നല്ലോണം ഫ്രൈ ആയ ചിക്കനാണ്, നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് വറുത്ത് മാറ്റിയ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനും നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. കാരണം ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ ആ ചിക്കനൊക്കെ എല്ലിൽ നിന്ന് വിട്ടുമാറിപ്പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ഒരുപാട് കുക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാനാണ് പോകുന്നത്. ആ തക്കാളിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് അതിന് ചേരാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് അടച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തക്കാളി നന്നായിട്ട് ഇതിനകത്ത് ചേർന്ന് ഒന്ന് മിക്സായിട്ട് കിട്ടും. നമ്മുടെ ചിക്കൻ പെർലൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. നമുക്കിതിനകത്ത് നമ്മുടെ കറിവേപ്പില ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പരുവാവും. നമ്മുടെ ചിക്കൻ പെർലൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്രേവി ടൈപ്പ് അല്ല, ഒരു ഡ്രൈ ഫ്രൈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് സവോളയൊക്കെ ഇട്ട് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്കത് വേണ്ട. ഇതാണ് ചിക്കൻ പെർലൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ പെർലൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ള കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ. അത് അവസാനം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. പിന്നെ ആ പച്ചമുളക് ചേർക്കുന്ന ആ ഒരു അളവ് എപ്പോഴും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം പച്ചമുളകിൻ്റെ എരിവ് എന്തായാലും ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ അവസാനം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെർലൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ യുണീക്കായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് ഹോട്ടലൊക്കെ അടച്ചിരിക്കുകയാണ്, അപ്പോൾ നമുക്കൊന്നും കിട്ടാനൊന്നും വഴിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറക്കാനുള്ളൊരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ചിക്കൻ പെർലൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള റെസിപ്പികൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാട്ടോ. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.